സുധീറേട്ടാ, എന്തൊക്കെയുണ്ട്? ചായ കുടിച്ചായിരുന്നു രാവിലെ? ഞങ്ങള് ചായ കൊണ്ടുവന്നുണ്ട് രാവിലത്തെ. വെള്ളയിൽ 6-ാം ഗേറ്റിന് സമീപം ഈ ഓടിട്ട വീട്ടിൽ തനിച്ചു കഴിയുകയാണ് നാരങ്ങാളി സുധീർ. പരസഹായമില്ലാതെ ഒന്ന് എഴുന്നേൽക്കാൻ പോലും ഈ 70-കാരന് കഴിയില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കുന്ന ഒരാളെ വിഷമം അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. വീണതാ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ നിന്ന്. ടൈലാണ് ഇവിടുത്തെ മരത്തെ ഇഷ്ടിയൊന്നുമല്ല, പണ്ടത്തെ ഇഷ്ടിയിൽ ടൈലാണ്. കുടിക്കാൻ കൊണ്ടുവച്ച വെള്ളം മറിഞ്ഞ് സ്ലിപ്പായി പോയി. അങ്ങനെ തന്നെ കാലിൻ്റെ എല്ലാം ഊട്ടിപ്പോയി. വീൽ ചെയർ അവിടെ കൊണ്ടുവെക്കും. ഈ വീൽ അവിടെ നിന്ന് അങ്ങോട്ട് വാക്കാറിൽ ബാത്റൂമിലേക്ക് എനിക്കൊരു വീൽ ചെയർ വേണം, ഇലക്ട്രിക്കിൻ്റെ. കുറച്ച് ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിരുന്ന് കച്ചവടം ചെയ്യാൻ വെച്ചിട്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. മൂർക്കൻ, അണലി, എല്ലാ സാധനവും ഉണ്ട് ഈ കാട്ടിൽ. ഇത് ഏറി വന്നാൽ ഒരു 5 കൊല്ലം കിട്ടും ജീവിതം. ഇനി 70ആയി. അത് വേയെങ്കിലും ഒരു 2 മനുഷ്യന്മാരെ കണ്ടിട്ട്. ആർക്കും ഒരു ഭാരമാവരുത്, പരസഹായമില്ലാതെ അധ്വാനിക്കണം. സുധീർ വീണ്ടും ആവർത്തിച്ചു. ക്യാമറാമാൻ അരുൺ കിഷോറിനൊപ്പം നയൻതാര, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. നയൻതാരയുടേതാണ് ഈ റിപ്പോർട്ടുകൾ. ഇത് കണ്ട എൻ്റെ കണ്ണു നിറഞ്ഞു. പ്രേക്ഷകർക്കും അങ്ങനെ തന്നെയായിരിക്കും. നയൻതാര വല്ലാതെ നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. സുധീറിൻ്റെ ജീവിതം, ഒറ്റപ്പെടലിൻ്റെ വേദന, ആരും സഹായമില്ലാത്ത അവസ്ഥ. ഒരു നല്ല വീൽ ചെയർ മാത്രമാണ് സുധീറിൻ്റെ ഇനിയുള്ള സ്വപ്നം എന്ന് തോന്നും. ഇപ്പം നയൻതാരയ്ക്ക് സുധീറിനെ കണ്ട സമയത്ത്, സുധീറിനോട് സംസാരിച്ച സമയത്ത് എന്തൊക്കെയാണ് മനസ്സിലായത്? ഒരു നല്ല വീൽ ചെയർ ആരെങ്കിലുമൊക്കെ കരിഞ്ഞു കിട്ടണം എന്നുള്ളതാണോ സുധീറിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം? നല്ല വീൽ ചെയർ എന്ന് പറയുമ്പം അഞ്ജിത, വേറൊരു കാര്യം അതിനു മുമ്പേ പറയാം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വീൽ ചെയർ കോർപ്പറേഷൻ നൽകിയതാണ്. അതിൽ അദ്ദേഹം സംതൃപ്തനാണ്. പക്ഷേ നിലവിൽ അതല്ല പ്രശ്നം. ഞാൻ അതിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഞാൻ പറയാം, നമ്മുടെ മാതൃഭൂമി ടീം അവിടെ ചെല്ലുമ്പം വീടൊക്കെ ക്ലോസ് ചെയ്തിട്ടായിരുന്നു ഉള്ളത്. അപ്പോൾ അത് ഞങ്ങൾ സംശയിച്ചു, ഇതിനുള്ളിൽ ആളുണ്ടോ. വീട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനുള്ളിൽ ആൾ താമസം ഉണ്ടോ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് സംശയം തോന്നി. തൊട്ടടുത്ത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിനുള്ളിൽ ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ഡോറൊക്കെ തട്ടി നോക്കുമ്പം ഉള്ളുന്നൊരു ഒച്ച കേട്ടു. മാതൃഭൂമി ന്യൂസ് എന്നാണെന്ന് പറഞ്ഞപ്പം സുധീറേട്ടൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് വരേണ്ട ചേട്ടാ, പതിയെ വന്നാൽ മതി. അങ്ങനെ കുറേ സമയമെടുത്താണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുന്നേറ്റിട്ടില്ലായിരുന്നു. സാധാരണ ഞാൻ ഈ സമയത്തൊന്നും എഴുന്നേക്കാറില്ല. ഉച്ചയ്ക്ക് വീടിനടുത്തുള്ള ഒരാൾ ഫുഡ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വരും. ആ സമയത്താണ് എഴുന്നേക്കാറ്. അതുവരെ പ്രഭാത ഭക്ഷണമൊന്നുമില്ല ലൈഫിലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏകദേശം 3 മാസത്തോളമായി വീൽ ചെയറിലേക്ക് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, കാര്യങ്ങൾ പറഞ്ഞല്ലോ, അത് ഞാനിനി ആവർത്തിക്കുന്നില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം നമ്മളോട് നേരിട്ട് പറയാത്തൊരു കാര്യം ഞാൻ ഇറങ്ങിയപ്പോഴാണ് എന്നോട് പറയുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയാൽ ഒന്ന് ആ കവലയിൽ പോയി 4 ആളെ കണ്ട്, ലോട്ടറി വിൽക്കുക എന്നതിലുപരിയായി 4 ആളെ കണ്ട് സംസാരിക്കുക. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി തോന്നിയില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ കവലയിൽ പോയി 4 ആളെ കണ്ട് അവരൊക്കെ ചിരിയൊക്കെ കണ്ട് എനിക്ക് ജീവിതാവസാനം വരെ അങ്ങനെയൊന്ന് ആളുകളുടെ ഇടയിലൊന്ന് ഇടപെട്ട് ജീവിക്കാനാണ് ഇഷ്ടം. ഈ ഒരു വാർത്ത കണ്ടപ്പം ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ സജ്ജമായവർ ആരുമില്ലേന്ന്. പക്ഷെ അദ്ദേഹത്തിനെ ഏറ്റെടുക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പോവാഞ്ഞിട്ടാണ്. ആ ഒരു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിക്കണം എന്ന നിർബന്ധത്തോടു കൂടി ഇരിക്കുന്ന ആളാണ് സുധീറേട്ടൻ. ഞാൻ നേരത്തെ പറഞ്ഞ കാരണം തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചതും. മറ്റൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞല്ലോ, ഇവിടെ കൂട്ടിന് അണലിയുണ്ട്, മൂർക്കനുണ്ട് എന്നൊക്കെ. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. എനിക്ക് പൊതുവെ ഇഴജന്തുക്കളെ പേടിയാണ്. ഞാൻ ആ കഥ കേൾക്കുമ്പോൾ പോലും അയ്യോ എന്ന രീതിയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി ഉണർന്നു, ബെഡിലിരുന്ന് കാല് താഴ്ത്തിയിട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടുത്ത് ഒരു തണുപ്പ് ഫീൽ ചെയ്തു അദ്ദേഹത്തിന്. അപ്പോൾ ആദ്യം അദ്ദേഹം കരുതി
വെള്ളം മറിഞ്ഞതാണോ എന്ന രീതിയിൽ അദ്ദേഹം സംശയിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് മൂർഖൻ, അദ്ദേഹം പറയുന്നു മൂർഖനാണെന്ന്, മൂർഖൻ കാലിനെടുത്ത് വന്ന് കിടക്കുകയാണെന്ന്. ആരോ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഇഴജീവികൾ വരുമ്പം നമ്മൾ കാലോ കയ്യോ ഒന്നും ഇളക്കാൻ പാടില്ല എന്ന്. അദ്ദേഹം അത് പോകുന്നത് വരെ അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ഉണ്ടായി. ഓക്കെ, എന്തായാലും വല്ലാത്തൊരു ജീവിതമാണ് സുധീറിൻ്റെത്. അപ്പോൾ ഒരു കുഞ്ഞാവശ്യം മാത്രമാണ് സുധീർ മുന്നോട്ട് വെക്കുന്നത്, ഒരു ഇലക്ട്രിക് വീൽ ചെയർ. അത് സാധിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് ആളുകൾ ഈ വാർത്ത കാണുന്നുണ്ട്. എന്തായാലും സുധീറിൻ്റെ പെട്ടെന്ന് തന്നെ ഒരു ഇലക്ട്രിക് വീൽ ചെയർ കിട്ടും, ഉറപ്പാണ് എനിക്ക്. എന്തായാലും അങ്ങനെ ആ ഒരു നല്ല വാർത്ത കൂടി നയൻതാരയ്ക്ക് സുധീറിനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയട്ടെ. ശരി.